നമസ്കാരം, വിനോദാണ്. വിനോദം ദ 60+ യങ്സ്റ്ററിന്റെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഏറ്റവും തിരക്കേറിയ വൈറ്റില ജംഗ്ഷനിലാണ്. ഈ വൈറ്റില ജംഗ്ഷനിൽ തന്നെ ശാന്തസുന്ദരമായ വളരെ പുരാതനമായ ഒരു ക്ഷേത്രമുണ്ട്, ഒരു ക്ഷേത്ര സമുച്ചയം. ഇതൊരു ശിവകുടുംബ ക്ഷേത്രമാണ്. അതിന്റെ വിശേഷങ്ങൾ നമുക്ക് അകത്ത് കയറി കാണാം. ഈ ക്ഷേത്രത്തിന് ദക്ഷിണ പളനി എന്നും വിളിക്കാറുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ പേര് വൈറ്റില ശ്രീ സ്വയംഭൂ സുബ്രഹ്മണ്യ ക്ഷേത്രം എന്നാണ്. ക്ഷേത്ര മതിൽക്കെട്ടിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ക്ഷേത്രങ്ങൾ കാണാം, തുല്യ പ്രാധാന്യത്തോടെയുള്ള രണ്ട് ക്ഷേത്രങ്ങൾ. ഒന്ന് സ്വയംഭൂ സുബ്രഹ്മണ്യ ക്ഷേത്രവും മറ്റൊന്ന് ഈ കാണുന്നത് പരശുരാമൻ പ്രതിഷ്ഠിച്ച കേരളത്തിലെ 108 ക്ഷേത്രങ്ങളിൽ ഒന്നായിട്ടുള്ള ശിവക്ഷേത്രവും. തനി കേരളീയ ശൈലിയിലുള്ള ചതുര ശ്രീകോവിലുള്ള ക്ഷേത്രങ്ങളാണ് ഇത് രണ്ടും. 700 വർഷങ്ങൾക്ക് മുമ്പ് വില്ലുമംഗലത്ത് സ്വാമിയാരുമായി ബന്ധപ്പെട്ടും ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യങ്ങളുണ്ട്. ഈ ക്ഷേത്രത്തെ ശിവകുടുംബ ക്ഷേത്രമെന്ന് വിളിക്കുന്നതിന് കാരണം ഈ ക്ഷേത്രത്തില് പാർവതി, ഗണപതി, അയ്യപ്പൻ, നാഗയക്ഷി, ശ്രീ ഭദ്രകാളി, നാഗദേവകൾ എന്നിങ്ങനെ എല്ലാവരും ഉൾപ്പെടുത്തിയാണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം അല്ലെങ്കിൽ ക്ഷേത്രം നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന് ശിവകുടുംബ ക്ഷേത്രമെന്ന് പറയപ്പെടുന്നത്. ഇത് അയ്യപ്പ ക്ഷേത്രമാണ് ഈ കാണുന്നത്. നമുക്ക് ക്ഷേത്രമൊന്ന് വലം വെച്ച് വരാം. അയ്യപ്പന്റെ ചരിത്രങ്ങൾ കുത്തിവെച്ചിട്ടുണ്ട് ഈ ക്ഷേത്രത്തിന്റെ തൂണുകളിൽ. വളരെ പഴക്കം തോന്നിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഇത്. ഏതാണ്ട് 1000-ലധികം വർഷം പഴക്കമുണ്ട് എന്ന് പറയപ്പെടുന്നു. ഈ രീതിയിലാക്കിയിട്ട് വില്ലുമംഗലത്ത് സ്വാമിയാരുടെ കാലത്താണ് പോലും ഈ ക്ഷേത്രം ഈ രീതിയിൽ ആയത്. അത് തന്നെ ഏതാണ്ട് 700 വർഷത്തെ പഴക്കമുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ഇത് മഹാദേവ ക്ഷേത്രത്തിന്റെ പിറകുവശമാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് മഹാദേവനും പാർവതിയും കൂടെയുള്ള ഒരു ഫോട്ടോയൊക്കെ കാണാൻ പറ്റും. ഇവിടെ ഈ വലത്ത് സൈഡിൽ കാണുന്നത്, നമ്മൾ ക്ഷേത്രത്തിന്റെ പിറകുവശത്താണ് ഇപ്പം നിൽക്കുന്നത്, വലത്ത് സൈഡിൽ കാണുന്നത് സുബ്രഹ്മണ്യ ക്ഷേത്രമാണ്. പളനിയിലെ പോലെ തന്നെ വളരെ ശക്തനായ സുബ്രഹ്മണ്യനാണ് ഇവിടുത്തെ എന്നാണ് പറയപ്പെടുന്നത്. ആഗ്രഹ സാഫല്യത്തിനും രോഗശാന്തിക്കുമൊക്കെ ആരാധിക്കാവുന്ന സുബ്രഹ്മണ്യനാണ് ഇവിടെ ഈ ക്ഷേത്രത്തിലുള്ളത്. ഇത് ഒരു വലിയ അരയാലാണ്. ഈ അരയാലിന്റെ സൈഡിൽ പുറത്തേക്കുള്ള വഴിയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ വീരഭദ്രനെയും ഹിഡുംബിനെയും ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. പുറത്താണ് വെച്ചിരിക്കുന്നത്, മതിലിന് പുറത്താണ്. ഇനി നമ്മൾ വീണ്ടും അകത്തേക്ക് കയറിയാൽ ദൂരെ ഹൈറൈസ് ബിൽഡിങ്ങുകളിലെ താഴെ ഈ ശാന്തസുന്ദരമായ ക്ഷേത്രം നമുക്ക് കാണാൻ പറ്റും. ഈ കാണുന്നത് വളരെ പഴക്കമേറിയ തടികളിൽ കൊത്തുപണി ചെയ്തിട്ടുള്ള ഗോപുരങ്ങളാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇത് ഭദ്രകാളിയുടെ നടയാണ്. ഭദ്രകാളിയുടെ ക്ഷേത്രമാണിത്. ഇതിന് തൊട്ടടുത്തായിട്ട് നാഗദൈവങ്ങളെയും സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇതൊരു ശിവ കുടുംബ ക്ഷേത്രമായിട്ട് മാറുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കാതിരിക്കുക. ആദ്യമാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ വളരെ നന്നായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ക്ഷേത്രത്തിനോട് തൽക്കാലം വിട പറയാം. വീണ്ടും അടുത്ത കാഴ്ചകളുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി.